ഹായ് ഫ്രണ്ട്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റിതം ഓഫ് ലൈഫ് വിത്ത് ആദി. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു കുഞ്ഞി ടിപ്പുമായിട്ടാണ് വന്നിരിക്കുന്നത്. കുഞ്ഞതാണെങ്കിലും നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. മറ്റൊന്നുമല്ല, ഇപ്പോൾ കൊറോണ കാലമല്ലേ, അതുകൊണ്ട് തന്നെ നമ്മളെല്ലാം നമ്മുടെ വീടിനുള്ളിലെ ആ സംരക്ഷണ വലയത്തിലേക്ക് ഇങ്ങനെ ഒതുങ്ങിക്കൂടിയിരിക്കുന്ന ഒരു സമയമാണല്ലോ. നമുക്ക് ഇതിങ്ങനെ പകരുന്ന ഒരു അസുഖമായതുകൊണ്ട് തന്നെ നമുക്ക് എന്തിനും ഏതിനും ആശങ്കയാണ്. അവിടെ തൊട്ടാലാണോ ഇവിടെ തൊട്ടാലാണോ എങ്ങനെയാണ് ഈ വൈറസ് പകരുന്നതെന്ന് പറയാൻ പറ്റാത്ത ഒരവസ്ഥയാണല്ലോ. സോ നമുക്ക് എല്ലാവർക്കും എല്ലാത്തിനും ഒരു പേടിയാണ് അല്ലേ. സോ നമ്മൾ പുറത്തുനിന്ന് പച്ചക്കറികളും ഫ്രൂട്ട്സും ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളുടെ എല്ലാ മനസ്സിൽ ഒരു പേടിയും ആശങ്കയും ഒക്കെ ഉണ്ടാവും അല്ലേ. ഈ ഫ്രൂട്ട്സ് സേഫാണ്? ഇത് എത്ര പേരുടെ കൈ കൂടെ ആയിരിക്കും വന്നിരിക്കുന്നത്? എത്ര പേര് ഇതിൽ തൊട്ടിട്ടുണ്ടാവും? ഇനി ഇത് കൊറോണ ബാധിച്ച ആരെങ്കിലും പിടിച്ചിട്ടുണ്ടാവും? സോ ഹൗ ഡു വി ടേക്ക് കെയർ ഓഫ് ദിസ്? എന്താണ് നമ്മൾ ഇനി ചെയ്യേണ്ടത്? നമുക്ക് സോപ്പുകളിലായിട്ട് കഴുകി വൃത്തിയാക്കിയാലോ എന്ന് വരെ ചിന്തിക്കുന്ന ആളുകളുണ്ടായിരിക്കും. അങ്ങനെ കുറ്റം പറയാനും പറ്റില്ല. പക്ഷെ അത് ശരിയാണോ? ശരിക്കും നമ്മളുടെ ഈ വെജിറ്റബിൾസിൻ്റെ തൊലിപ്പുറത്ത് ഒരുപാട് പോർസ് ഉണ്ട്, സുഷിരങ്ങൾ. ഈ പോർസിൽ കൂടെ ഈ സോപ്പ് വെള്ളത്തിലുള്ള അല്ലെങ്കിൽ സോപ്പിലെ കെമിക്കൽസ് പെട്ടെന്ന് അബ്സോർവ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഒരിക്കലും ചെയ്യാൻ പാടില്ല. പിന്നെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അതാണ് ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. സോ ഇതിന് നമുക്ക് രണ്ട് ഇൻഗ്രീഡിയൻസേ ആവശ്യമുള്ളൂ. ഒന്ന്, മിതമായിട്ടുള്ള അളവിൽ ഒരു ഇളം ചൂടുവെള്ളം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇതിൽ, ഈ ഒരു വെസലിൽ. അതുപോലെ തന്നെ 1 ടീസ്പൂണ് ബേക്കിംഗ് സോഡ. ഇത്രയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ ഈ ബേക്കിംഗ് സോഡ നമുക്ക് ഇതിലേക്ക് മിക്സ് ചെയ്യാം. സോ ഇപ്പോൾ നമ്മളിത് മിക്സാക്കി. ഇനി ഇതിന് ശേഷം നമ്മളുടെ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ ഇതിലേക്ക് ഡിപ്പ് ചെയ്ത് വെക്കും. ഇപ്പോൾ നമ്മൾ എല്ലാ പച്ചക്കറികളും ഇതിൽ മുക്കി വെച്ചിരിക്കുകയാണ്. ഇനി ഒരു 10 മിനിറ്റത്തേന് ഇതിങ്ങനെ തന്നെ കിടക്കട്ടെ. അതിനുശേഷം നമുക്ക് കുറച്ച് വെള്ളത്തിൽ ഒന്നും കൂടെ ഇത് കഴുകി എടുത്ത് കഴിഞ്ഞാൽ വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് ആർ സേഫ് ടു യൂസ്. നമുക്ക് ഇളം ചൂടുവെള്ളത്തിൽ തന്നെ ഈ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ഇട്ട് ക്ലീൻ ചെയ്ത് എടുക്കാനും കഴിയും. അതും നല്ലൊരു ഐഡിയ ആണ്. അതിലൊരു 90 to 95% പെസ്റ്റിസൈഡ്സ്, ഇൻസെക്ടിസൈഡ്സ് ഒക്കെ പോകാൻ സാധ്യതയുണ്ട്. എന്നാലും ഫോർ ഡബിൾ ഷുവർ നമുക്ക് ഒരു ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് ഇങ്ങനെ ചെയ്ത് കഴിയുകയാണെങ്കിൽ നമുക്ക് ഷ്യൂരിറ്റി കാണും. അപ്പോൾ അതിനു വേണ്ടി ആണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. സോ ഇങ്ങനെ നമ്മൾ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെസ്റ്റിസൈഡ്സിൻ്റെയോ ഇൻസെക്ടിസൈഡ്സിൻ്റെയോ ഈവൻ വൈറസിൻ്റെ പോലും പേടി വേണ്ട. സോ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ മറ്റ് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഇത് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസ് കമൻറ്റ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. സപ്പോർട്ട് ചെയ്യാനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഫ്യൂച്ചറിലിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. സോ ഇനിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ.